ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അഞ്ജു മുരളി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSC CGL എക്സാമിന് പ്രീവിയസ് ഇയറിൽ മാത്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഏതൊരു കോമ്പറ്റിറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും യു ക്യാൻ ഡൗൺലോഡ് CC ലേണിംഗ് ആപ്പ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡെയിലി ഫ്രീ മോക്ക് ടെസ്റ്റ്, ക്വിസ്, കറണ്ട് അഫയേഴ്സ് PDF, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ PDF എല്ലാം നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് യൂസ് ദ ആപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, two numbers are in the ratio 4:5. If their HCF is 16, then the sum of these two numbers is. രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ എന്ത് തന്നു? 4:5 ആണ്. HCF എന്താണ്? 16 ആണ്. 16. അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്പേഴ്സിന്റെ സം ആണ് കാണേണ്ടത്. ഒന്നും ചെയ്യണ്ട, ഇവിടെ 4ഉം 5ഉം എന്താണ്? കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ 4 5 എന്ന് തന്നെ എടുത്ത HCF എന്താണ്? 1 ആണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? 16 ആണ്. അപ്പൊ സം എന്താണ്? 5 + 4 9. 9 × 16 എന്ത് കിട്ടും? 144 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ജസ്റ്റ് അത് രണ്ടും ആഡ് ചെയ്യുക, ഇൻറ്റു HCF കൊടുക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം, the HCF and LCM of two numbers is 6 and 5040 respectively. രണ്ട് നമ്പേഴ്സിന്റെ HCF LCM തന്നിട്ടുണ്ട്. HCF 6 ആണ്, LCM 5040 ആണ്. If one of the numbers is 210, then the other number is. അതിൽ ഒരു നമ്പർ നമുക്ക് 210 എന്ന് തന്നിട്ടുണ്ട്, മറ്റേ നമ്പർ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കറിയാം HCF ഇൻറ്റു LCM എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ഇവിടെ HCF 6 ആണ്, LCM 5040 ആണ്. ഫസ്റ്റ് നമ്പർ 210 ആണ്, സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടെ 0യും 0യും കട്ട് ചെയ്തു. 21 3 × 7 21, 7 × 7 49, 2 × 7 14, 3യും 6ഉം കൂടെ കട്ട് ചെയ്താൽ 2. സെക്കൻഡ് നമ്പർ എത്രയാണ്? 72 × 2, ദാറ്റ് ഈസ് 144. സെക്കൻഡ് നമ്പർ എത്രയാണ്? 144, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, an alloy contain 32% copper, 24% nickel and rest zinc. ഒരു അലോയില് 32% ഉള്ളത് കോപ്പർ ആണ്, 32% കോപ്പർ ആണ്, 24% നിക്കൽ ആണ്. ഓക്കെ, ബാക്കി എത്രയുണ്ട്? ഇപ്പൊ 32 + 24 56 ആയി. ബാക്കി എത്രയുണ്ട്? 44 ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള 44% എത്രയാണ്? ബാക്കിയുള്ള 44% എന്ന് പറയുന്നത് ഇനി ബാക്കിയുള്ള സിങ്ക് ആണ്. സിങ്ക്. ഹൗ മച്ച് സിങ്ക് ഈസ് പ്രസന്റ് ഇൻ 12 kg ഓഫ് അലോയ്? അങ്ങനെയാണെങ്കിൽ 12 kg അലോയില് എത്ര സിങ്ക് ഉണ്ട് എന്നാ ചോദിച്ചിരിക്കുന്നത്. അതിൽ എത്ര ഉണ്ടാവും? 44% സിങ്ക് ഉണ്ടാവും. 12ന്റെ 44% എത്രയാണ്? ഇൻറ്റു 44/100. 44 × 12 എത്ര കിട്ടും? 44 × 10 ചെയ്യുക, എത്രയാവും? 440. 44 × 2 എത്രയാണ്? 88. ആഡ് ചെയ്യുക, 528. 528/100. അങ്ങനെ അങ്ങ് സ്പീഡിൽ ചെയ്യാൻ പറ്റും. രണ്ട് പ്ലേസ് മാറ്റി പോയിന്റ് കൊടുത്തു. 5.28 kg, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഇൻ an examination 54% of the candidates passed in science and 42% failed in mathematics. If 32% failed in both subjects, what percentage passed in both subjects? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു എക്സാമിന് 54% പേര് സയൻസിന് പാസ്സായി, 42% പേര് മാത്സിന് ഫെയിലായി, 32% പേര് രണ്ട് സബ്ജക്റ്റിനും ഫെയിൽ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് സബ്ജക്റ്റിനും പാസ്സായവരെ എത്ര പെർസെൻറ്റേജ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ വരയ്ക്കാം, വെൻ ഡയഗ്രാം. ഓക്കെ, അപ്പൊ ആദ്യത്തേതില് സയൻസ്, രണ്ടാമത്തതില് മാത്സ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് പെർസെൻറ്റേജ് പാസ്ഡ് ഇൻ ബോത്ത് സബ്ജക്ട്. പാസ്സായവരുടെയാ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് വെൻ ഡയഗ്രത്തില് പാസ് പെർസെൻറ്റേജ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ സയൻസിന് എത്ര പേര് പാസ്സായി? 54% സയൻസിന് പാസ്സായിട്ടുണ്ട്. ഇനി 42% മാത്സിന് ഫെയിലായി എന്ന് വെച്ചാൽ മാത്സിന് പാസ്സായവരപ്പൊ എന്തായിരിക്കും? ഈ 42% കഴിഞ്ഞിട്ട് ബാക്കി എത്രയുണ്ട്? 58% മാത്സിന് പാസ്സായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് സയൻസിന് പാസ്സായവര് 54% എന്ന് കിട്ടി, മാത്സിന് പാസ്സായവര് 58% എന്ന് കിട്ടി.
നമുക്ക് തന്നിട്ടുള്ളത് 32% ഫെയിൽഡ് ഇൻ ബോത്ത് സബ്ജക്ട് എന്ന, രണ്ട് സബ്ജക്റ്റിനും ഫെയിൽ ആയവരാണ് എന്ത് ഈ 32% എന്ന്. അപ്പൊ 32 കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്തായിരിക്കും? രണ്ടിനും ഫെയിൽ ആയവർ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെങ്കിലും പാസ്സായവരായിരിക്കും. ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റിനും പാസ്സായവരായിരിക്കും. അപ്പൊ അറ്റ്ലീസ്റ്റ് 1 സബ്ജക്റ്റിൽ പാസ്സായവരായിരിക്കും ബാക്കിയുള്ള 68% എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 1 സബ്ജക്റ്റിന് പാസ്സായവരായിരിക്കും ബാക്കിയുള്ള 68% കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? വാട്ട് പെർസെൻറ്റേജ് പാസ്ഡ് ഇൻ ബോത്ത് സബ്ജക്ട്, രണ്ടിനും പാസ്സായവര്. രണ്ടിനും പാസ്സായവരുടെ എങ്ങനെയാണ്? പി ഓഫ് എ യൂണിയൻ ബി നമുക്കറിയാം. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇതിപ്പോ ഈ ഇക്വേഷൻ ഒന്നും ഓർത്ത് വെക്കണമെന്നില്ല. എന്ത് ചെയ്താൽ മതി? 54 പ്ലസ് 58 മൈനസ് അറ്റ്ലീസ്റ്റ് 1 സബ്ജക്റ്റിൽ പാസ്സായവര്, ദാറ്റ് ഈസ് 68. എന്ത് കിട്ടും? 112 മൈനസ് 68, 4 3 4 44% എന്ന് വരും. 44% ഓപ്ഷൻ ഡി. 44% ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടിനും പാസ്സായവരെ എത്ര പെർസെൻറ്റേജ് ആണ്? 44% ആണ്. അടുത്ത ചോദ്യം, ഇഫ് എ's ഇൻകം ഈസ് 40% മോർ ദാൻ ദ ഇൻകം ഓഫ് ബി. എയുടെ ഇൻകം ബിയുടെ ഇൻകത്തേക്കാൾ 40% കൂടുതലാണ്. അപ്പൊ ബിയുടെ ഇൻകം 100 ആണെങ്കിൽ എയുടെ ഇൻകം എന്താണ്? 140 ആണ്. ഓക്കെ, then what percentage of B's income is less than income of A? അപ്പൊ റെഫറൻസ് ഏതാണ്? എയുടെ ഇൻകം ആണ്. എത്രയാണ് കുറവുള്ളത്? 40 ബൈ എ. റെഫറൻസ് എയുടെ ഇൻകം 140 ഇൻറ്റു 100. 100ന്റെയും 140യുടെയും ഡിഫറൻസ് 40 ആണ്. ഡിവൈഡഡ് ബൈ റെഫറൻസ് ഇൻകം ഓഫ് എ ആണ്, ദാറ്റ് ഈസ് 140 ഇൻറ്റു 100. കട്ട് ചെയ്യുക, 2 7 200 ബൈ 7 എന്ന് വരും. ദാറ്റ് ഈസ് 2 ഇൻറ്റു 7 14 60. 8 into 7 56. Remainder for 28 4 by 7. 28 4 by 7 ഓപ്ഷൻ ഡി. ഇതല്ലെങ്കിൽ വേറൊരു രീതി ചെയ്യാം. 40% എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലിഫൈ ചെയ്താൽ 40 by 100 2 by 5 ആണ്. 2 by 5 എന്ന് പറയുമ്പോൾ ബിയുടെ ഇൻകം 5 ആണെങ്കിൽ എയുടെ ഇൻകം എന്താണ്? 7 ആണ്. 5 7 ആവും. നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ബീസ് ഇൻകം ഈസ് ലെസ് ദാൻ ഇൻകം ഓഫ് എ എന്ന്. ഈ 7 ഇങ്ങോട്ട് വരാനുള്ള, ഇപ്പൊ 7ന്റെയും 5ന്റെയും ഡിഫറൻസ് എടുക്കുക. 2 ഡിവൈഡഡ് ബൈ റെഫറൻസ് 7. 2 by 7 ഇൻറ്റു 100. എന്നാലും സെയിം തന്നെയാണ് വരിക. 28 4 by 7% ഓപ്ഷൻ ഡി എന്നാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ SSC സീരിയൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ മാസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് വീക്ക്ലി മന്ത്ലി റിവിഷനും മോക്ക് ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിയൽ എക്സാം ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു പേടി ഇതൊന്നും കാണില്ല എന്നുള്ളതാണ്. സോ മാസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 9249089284 എന്ന് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് SSC എക്സാംസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സും ഫ്രീ സ്റ്റഡി മെറ്റീരിയലും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്